കുറച്ചധികം ദിവസമായിട്ടുള്ള ഒരു പൂതിയാണ് കേട്ടോ പായസം കുടിക്കാന്നുള്ളത്. ഇൻസ്റ്റന്റ് പായസം മിക്സും കൊണ്ടൊരു പായസം ഉണ്ടാക്കാൻ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടത്തെ തരം പായസം മിക്സ് അല്ല കേട്ടോ. ഞങ്ങളുടെ അടുക്കളയിലത്തെ ഈ ഒരു പുതിയ പാത്രമാണ് കേട്ടോ. ഇക്കാക്കാന്റെ പെരതാമസം കഴിഞ്ഞ പാടെ അവർക്ക് ഗിഫ്റ്റ് കിട്ടിയതിൽ നിന്ന് കുറച്ചൊക്കെ ഞങ്ങൾക്കും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാത്രം കണ്ടപ്പോ തൊട്ട് ഞാൻ വിചാരിക്കണേണ് പായസം ഉണ്ടാക്കണം എന്ന് ആദ്യമായിട്ട്. പായസം എന്ന് കേട്ട പാടെ എന്റെ 2 ട്രോഫിയും എത്തിയിട്ടുണ്ട്. ഞാനൊരു കാരമലൈസ് ചെയ്ത് പിങ്കിഷ് കളറിലുള്ള പാലട പായസമാണ് കേട്ടോ ഉദ്ദേശിച്ചേക്കുന്നത്. ചൂടായ പാത്രത്തിലേക്ക് പഞ്ചസാര ഇട്ട പാടെ ഒരു പുകപടലം അവിടെ സൃഷ്ടിച്ചെങ്കിലും എവിടെയോ എന്തോ പാളിന്ന് എനിക്ക് മനസ്സിലായെങ്കിലും ഞാൻ പിന്തിരിയാതെ ഒരു കവർ പാൽ അതിലേക്ക് അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. പാലൊഴിച്ച് ഇളക്കിയപ്പോഴാണ് മനസ്സിലായത് കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ പഞ്ചസാര ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചു. പിന്നെ എന്റെ സ്ഥിരം കലാപരിപാടി ഞാൻ കൈ ഒഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക് വേണ്ടി വന്നു കേട്ടോ പാത്രം ഒന്ന് നീറ്റാക്കി എടുക്കാൻ. പിന്നെ ഇക്കാക്ക് തന്നെ പായസം വെക്കാന്നും പറഞ്ഞ് കലവറയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പായസം മിക്സിന്റെ പാക്കറ്റിനകത്ത് നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അടികട്ടിയുള്ള പാത്രത്തിൽ വേണം ഉണ്ടാക്കാൻ എന്നുള്ളത്. എനിക്ക് പുതിയ പാത്രത്തിൽ ഉണ്ടാക്കാനുള്ള ത്വര കൂടുതൽ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പാത്രം എടുത്തത്. സോ എന്നെ പോലെ ത്വര കൂടുതലുള്ള ആളുകൾ സ്റ്റീൽ പാത്രം ഉപയോഗിക്കാതിരിക്കാട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ കരിഞ്ഞ പായസം കുടിക്കേണ്ടതായിട്ട് വരും. ഇക്കാക്ക് ഒരു സൈഡിൽ പായസം ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ പപ്പടം കൂടി കാച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പിങ്കിഷ് കളർ പായസം കുടിക്കണം എന്നുള്ള എന്റെ പൂതി ഏതാണ്ട് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മളിവിടെ 3 കവർ പാലും 1/2 ലിറ്റർ വെള്ളം കൂടിയും ചേർത്തിട്ടാണ് കേട്ടോ തിളപ്പിച്ചേക്കുന്നത്. തിളച്ചു വന്നപ്പോ നമ്മുടെ ഇൻസ്റ്റന്റ് പായസം മിക്സും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറിൽ പായസം റെഡി ആവും. പൊരിച്ചിടുന്ന പപ്പടം തിന്നാനായിട്ട് എന്റെ ട്രോഫികൾ ഇവിടെ സെറ്റ് ആണ് കേട്ടോ. ഹംനാക്ക് ഒരു പാത്രത്തിലും ഹയാസ് ആണെങ്കിൽ പപ്പടം വറുത്തിട്ട പാത്രത്തെ പാടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ പിള്ളേരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഏതാണ്ട് ഞാനും ഇതുപോലെയൊക്കെ തന്നെയാണ്. പപ്പടം എനിക്കും ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. പായസം ഇളക്കി ഇക്കാക്കാടെ കൈ കഴിച്ചപ്പോ പായസം ഇളക്കാനായിട്ട് ഹംന വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അരമണിക്കൂർ കാത്തിരിപ്പിനൊടുവിൽ പായസത്തിന്റെ അവസാന മിനുക്ക് പണികളിലേക്കാണ് കേട്ടോ കടന്നേക്കുന്നത്. ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഓൾറെഡി പായസം മിക്സിലും പഞ്ചസാര ഉള്ളതാണ്, എന്നാലും മധുരം പോരാന്ന് തോന്നിയപ്പോഴാണ് കേട്ടോ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചത്. പിന്നെ നെയ്യില് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയും വറുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞൊന്ന് ചൂടാറിയിട്ടാണ് കേട്ടോ എടുത്തത് ഞാൻ കഴിക്കാനായിട്ട്. പായസത്തിന്റെ ടേസ്റ്റ് ഇനിയിപ്പോ ആരോടും പറഞ്ഞു തരണ്ടല്ലോ. ഇക്കാക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അടി പിടിക്കാതെ പായസം കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊന്ന് കുടിച്ചു തീർക്കട്ടെ. നമുക്ക് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.